ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലെ വൈകിട്ടുകൊണ്ട് നമ്മുടെ എക്സാം ഫുള്ള് തീർന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നോട്ട് കുറച്ച് വീഡിയോസൊക്കെ അടുപ്പിച്ചൊക്കെ എടുക്കാമെന്നൊക്കെ കരുതുന്നു. അപ്പോൾ രാവിലെ ഞാൻ മുറ്റത്തിറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു 7:30 ആയി കാണും സമയം. ബാക്കി നമ്മുടെ ടിപ്പോടെ കിടപ്പുണ്ട്. അവനെ പുറത്തോട്ട് കൊണ്ടുപോകുന്നേ ഉള്ളൂ കേട്ടോ, കൊണ്ടുപോകാവുന്നേ ഉള്ളൂ. ഇപ്പോൾ രാവിലെ അത്യാവശ്യം നല്ല തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ബാക്കിലായിട്ട് നമ്മുടെ വൈറ്റ് ശംഖുപുഷ്പമൊക്കെ വിരിഞ്ഞ് നിൽപ്പുണ്ട്. നമ്മുടെ ടിപ്പുവിനെ കൊണ്ടുപോയിട്ട് വീണ്ടും വന്നതാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്നതൊക്കെ നമ്മുടെ ചുമലയിഞ്ചിയാണ് കേട്ടോ. നമ്മുടെ എക്സാമൊക്കെ കഴിഞ്ഞ് ഇപ്പോഴാണ് നമുക്ക് സമയം കിട്ടിയതൊക്കെ നോക്കാനേ. അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ടിപ്പൂവിൻ്റെ കൂടിൻ്റെ സൈഡിലായിട്ട് കാണാണ്ടിടുന്നൊരു ഗ്രോ ബാഗാണ്. അപ്പോൾ അതവിടെ നിന്ന് മൂത്ത് സെറ്റായിട്ട് നിൽക്കുവാണ്. കാരണം അതിൻ്റെ തണ്ടൊക്കെ ഇവിടെ ഉണങ്ങി വീണിട്ടുണ്ട്. അപ്പോൾ അതാണല്ലോ ഇഞ്ചി മൂപ്പായെന്ന് നമുക്കറിയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ സൈഡൊക്കെ അത്യാവശ്യം വീർത്തിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയും ഈ ഒരു ഗ്യാപ്പുണ്ട്, ഒരു ഒടിഞ്ഞൊരു ഭാഗം, അതിൽ കൂടെയൊക്കെ ഇഞ്ചി പുറത്തോട്ട് ഉണ്ടായി നിൽക്കുമായിരുന്നേ. അപ്പോൾ ആ ഒരു ക്ലിപ്പ് ഞാനിവിടെ അറ്റാച്ച് ചെയ്യാം കേട്ടോ. നമ്മളതിൻ്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്, നമുക്കത് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഉണ്ട് ഇവിടെ ചുവന്ന കളറൊക്കെ കാണാം. അപ്പോൾ നമുക്ക് ഈ ഗ്രോ ബാഗ് ജസ്റ്റ് ഒന്ന് കീറി നോക്കാവേ, എന്തോരം ഇഞ്ചി ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കാം. നമ്മൾ ഈ ബ്ലേഡൊക്കെ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്കിട്ടൊരു പണി കിട്ടിയതാണ്. ഈ ഒരു നഖം കണ്ടോ, അത് ചെത്തി അങ്ങോട്ട് പോയി ബ്ലേഡ് കയറിയതാ. വിത്ത് ഉണ്ടെന്നൊക്കെ തോന്നുന്നു, നമുക്ക് മൊത്തം മുറിച്ചിട്ട് നോക്കാം. ഉണ്ട് കേട്ടോ, റെഡ് കളറിൽ കാണുന്നുണ്ടോ? വേണ്ടേ. നല്ല ചുവന്ന് തുടുത്ത സെറ്റായിട്ടുള്ള ഇഞ്ചിയാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാനേ. ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ അല്ല, അതിലും കളറുണ്ട് നമ്മൾ നേരിട്ട് കാണുമ്പോൾ. ഇപ്പോൾ കുറച്ചെണ്ണം എന്നല്ല, ഇത് നമുക്ക് ഇനിയും നടാനാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. നമുക്കിതൊന്ന് കഴുകിയിട്ട് കാണാം ബാക്കി കാര്യങ്ങളെ. അപ്പോൾ അതേ നമ്മുടെ ഇഞ്ചി ഇവിടെ കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിൽ ഇഞ്ചി കിട്ടിയിട്ടുണ്ട്. നമ്മൾ വലിയ കെയർ പോലും കൊടുക്കാണ്ട് നിന്നിട്ട് നമുക്ക് ഇത്ര സംഭവം കിട്ടി. നമ്മൾ ജസ്റ്റ് ഒന്ന് തൈ ഒന്ന് സെറ്റായിട്ട് നിലത്തേക്കിറക്കി നടാന്നൊരു പ്ലാനിലാണ് ഇത് ഗ്രോ ബാഗിൽ നട്ടത്. അത് പിന്നെ നമ്മൾ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ച് പിന്നെ അവിടെ നമ്മൾ ശ്രദ്ധ ഇല്ലാണ്ടായിപ്പോയി. നമ്മൾ ശ്രദ്ധിച്ചുമില്ല, നമ്മൾ മറന്നുപോയി ആ കാര്യം. പിന്നെ ഇങ്ങനെ കണ്ടുകൂടിയതാണ് സംഭവം ഇന്നലെ കേട്ടോ. നല്ല സെറ്റായിട്ട് നല്ല റെഡ് കളറിൽ ചുവന്ന് എടുത്ത ഇഞ്ചി. നമുക്കിതിൻ്റെ ഈ തണ്ടും കാര്യങ്ങളൊക്കെ ഇനി ചെത്തിക്കളയാൻ കേട്ടോ. ഇനി അതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ലല്ലോ. ഇത് വേണമെങ്കിൽ നമുക്ക് നടാനെടുക്കാം കേട്ടോ, കാരണം ഇതിൻ്റെ ചുവട്ടിൽ ഇഞ്ചി ഇല്ലല്ലോ കണ്ടോ. അപ്പോൾ ഇത് നമ്മൾ അടർത്തുവാണെങ്കിൽ ഇത് 2 ചെടിയായി. അതാണ് ഈ ചുമലിഞ്ചിയുടെ പ്രത്യേകത കേട്ടോ. നമുക്ക് ഒരു ചോട്ടിൽ നിന്ന് തന്നെ ഏകദേശം 100 ചെനപ്പോൾ ഉണ്ടാകുന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ വിത്തായിട്ട് നട്ടത് ഈ ഒരു ഇഞ്ചിയാണ് കേട്ടോ. ഈ ഒരു കടുത്ത കളറുള്ള ഭാഗമാണ് നമ്മൾ നട്ടത്. അതിവിടെ ചീഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ. സംഭവം ഒന്നുകൂടെ ഒന്ന് വൃത്തിക്ക് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കളർ നിങ്ങൾക്ക് മനസ്സിലാകുവേ കണ്ടോ. നല്ല റെഡിഷ് കളറിൽ നല്ല സൂപ്പറായിട്ടാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഞാൻ ഈ വിത്ത് ഇനിയും നടുവാണെന്ന് പറയുന്നതിൻ്റെ കാരണം നമ്മളിതിൽ നിന്ന് കൂടുതലായിട്ട് വിത്ത് ഉണ്ടാക്കാനാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നോർമൽ ഇഞ്ചിയെ കഴിഞ്ഞും നല്ല ടേസ്റ്റാണ് ഈ സംഭവം നമ്മൾ ഉപയോഗിച്ച് നോക്കിയിട്ടേ. അപ്പോൾ കുറച്ച് കൂടുതലെണ്ണം ഉണ്ടാക്കുവാണെങ്കിൽ നമുക്കതും വീട്ടാവശ്യത്തിനായിട്ട് എടുക്കാമല്ലോ. അപ്പോൾ നമ്മൾ കറക്റ്റ് സമയത്ത് നട്ടില്ലെങ്കിലും നമുക്ക് ഇതിൽ നിന്ന് നല്ലോണം വിളവ് കിട്ടുമെന്ന് നമുക്ക് മനസ്സിലായല്ലോ. ഞാനിവിടെ ഇത് സീസൺ നോക്കിയൊന്നും അല്ല കേട്ടോ നടുന്നേ. സീസൺ നോക്കി നട്ട ചുവടൊക്കെ നിൽപ്പുണ്ടേ. അപ്പോൾ സംഭവം നമ്മൾ കാണുന്ന പോലെ അല്ല കേട്ടോ, നല്ലൊരു മണമുണ്ടേ. നോർമൽ ഇഞ്ചിയെക്കാട്ടിലും കുറച്ച് മണം കൂടുതലാണ് ഇതിന്. അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ ഗ്രോ ബാഗിൽ നട്ടിട്ടുള്ള ഇഞ്ചിയാണ് കേട്ടോ.
അപ്പോൾ അതിൻ്റെ ചോട്ടിയിട്ട് നോക്കുമ്പോൾ കാണാം നേരെ ഗ്രോ ബാഗൊക്കെ വീർത്ത് വന്നിട്ടുണ്ട്. അതൊക്കെ ഇഞ്ചി വിത്താണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അത് ഹാർവെസ്റ്റ് ചെയ്യാറായിട്ട് വരുന്നേ ഉള്ളൂ. അതിൻ്റെ തണ്ടൊക്കെ ഇവിടെ കൊഴിഞ്ഞ് വീഴുന്നേ ഉള്ളൂ കേട്ടോ. നമ്മുടെ മുമ്പേ കണ്ട പോലെ ഉണങ്ങി വീഴണം. അതുപോലെ ഇതും നമ്മുടെ ചുമലഞ്ചിയാണ് കേട്ടോ. ഞാൻ ചെറിയൊരു ബക്കറ്റിൽ നിന്നിട്ട് നോക്കിയതാണ്. ഇപ്പോൾ ഒരു അണ്ണാൻ ഇങ്ങോട്ട് ചാടി ഓടി കേട്ടോ. ഞാൻ അവനെ കിട്ടുമോ നോക്കുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്കോട്ട് പുള്ളി വരികയില്ല. വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകുന്ന പോക്കാണ് കേട്ടോ. നമ്മളോട്ട് ഇണക്കമുണ്ടെന്നൊക്കെ പറഞ്ഞാലും അങ്ങനെ പിടിക്കാനൊന്നും സമ്മതിക്കുകയില്ല പുള്ളി. പോയി. ഈ കാണുന്ന ഞാനിവിടെ നിലത്ത് നട്ട് വെച്ചിട്ടുള്ള നമ്മുടെ ചുമലഞ്ചിയാണ് കേട്ടോ. രോഗാഗി നടുന്നതിനെക്കാട്ടിലൊക്കെ നല്ല ആക്റ്റീവോടെയാണ് നിലത്ത് കണ്ടപ്പോൾ കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ചോട്ടിൽ അത്യാവശ്യം വിത്തും കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ നമ്മളതിൻ്റെ ചോട്ടിൽ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് സെറ്റാക്കി നിർത്തിയേക്കുവാണ് കേട്ടോ. ഇനിയിപ്പോൾ അതിൻ്റെ മണ്ടയിലായിട്ട് കുറച്ചുകൂടെ മണ്ണിട്ട് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഈ റൈസോമും അതിൻ്റെ വിത്തും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കയറി വരുന്നുണ്ടായിരുന്നേ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വളമിട്ട് കൊടുത്തത്. എത്രത്തോളം വളമിടുന്നോ അത്രത്തോളം വിത്ത് നമുക്ക് കിട്ടുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ചോട്ടിലേക്ക് കുറച്ച് മണ്ണിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളതിൻ്റെ ചോട്ടി മണ്ണൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നല്ലോണം വളർന്നു വന്നോടും. കാരണം നമ്മളിതുപോലെ വളം കൂട്ടി മണ്ണൊക്കെ ഇട്ട് കൊടുത്തെങ്കിലേ നല്ല റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ. ചോട്ടി ഇഞ്ചിയൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളത് ഹാർവെസ്റ്റ് ചെയ്യാൻ നേരത്ത് അതിനെപ്പറ്റി കാണാം കേട്ടോ. അപ്പോൾ ഈ കാണുന്ന നമ്മുടെ കസ്തൂരി മഞ്ഞളാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കിഴങ്ങാണ്. അപ്പോൾ ആ മഞ്ഞളാണ് ഈ പൊങ്ങി വരുന്നത്. അപ്പോൾ അത് നമുക്ക് ഒന്ന് മണ്ണിട്ട് മൂടി കൊടുക്കണം സംഭവം. നമ്മളതിന് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തായിരുന്നതാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ ദിവസം നല്ലൊരു മഴ ഇങ്ങോട്ട് പോയി. അന്നേരം ഒലിച്ചു പോയതാണേ. അതിൻ്റെ ചോട്ടിയിട്ട മണ്ണും കാര്യങ്ങളൊക്കെ ഒലിച്ചു പോയി. അപ്പോൾ ആ മഞ്ഞളുടെ നമ്മുടെ ഒരു ഏകദേശം ഒരു അരയപ്പം കഴിഞ്ഞും ഹൈറ്റ് ഉണ്ട് കേട്ടോ. ഉണ്ടോ? എൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു താമരക്കണ്ണൻ ചേമ്പ് നിൽപ്പുണ്ട്. അപ്പോൾ കുറച്ച് മാറിയാണ് നിൽക്കുന്നത്. അപ്പോൾ മഞ്ഞളുടെ ദോഷമില്ലെന്ന് കരുതുന്നു. നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടി ഇന്നത്തെ വിളവ് നമ്മൾ കടയിൽ കൊണ്ട് കൊടുക്കുവാണ് കേട്ടോ. കുറച്ച് വെണ്ടയ്ക്കയുണ്ട്, പിന്നെ കുറച്ച് കാന്താരി മുളകും ഉണ്ട്. അപ്പോൾ നമ്മുടെ ചമ്മലോട്ടിൽ തന്നെ ഒരു കടയിലാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ഒരുപാട് മൂത്ത് പോകാത്ത വെണ്ടയ്ക്ക വേണമെന്ന് പറഞ്ഞു. കാരണം മൂത്ത് പോയ വെണ്ടയ്ക്ക ആരും കഴിക്കുകയല്ലോ. നമുക്ക് ഇത്രത്തോളം കാന്താരി മുളക് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി എത്ര രൂപ കിട്ടി എന്നുള്ള കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തി വൈകിട്ടൊരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാവേ. നമ്മൾ തിരിച്ച് കെട്ടി അല്ല നമ്മുടെ പറമ്പിൽ നട്ടേക്കുന്ന മത്തനയിൽ മത്തങ്ങ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് സംഭവം നേടി കണ്ടിട്ട് വരാം. നമ്മുടെ മത്തങ്ങയാണ് നമ്മുടെ വീഡിയോ വൈറലാക്കി തന്നത് കേട്ടോ. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ടത് നമ്മുടെ മത്തങ്ങയുടെ വീഡിയോ ആണ്. ഏകദേശം 18,000-ഓളം ആൾക്കാർ കണ്ടിട്ടുണ്ട് ആ വീഡിയോ. നമ്മൾ കഴിഞ്ഞ വർഷം ഇട്ട വീഡിയോ ആണ്. അപ്പോൾ നമുക്കെന്തായാലും നേരെ പറമ്പിലേക്ക് കയറാം. ഇപ്പോൾ കയറി ചെല്ലുമ്പോൾ ഇപ്പോൾ അതുപോലെ നമ്മുടെ വെണ്ടത്തൈകളൊക്കെ ഇവിടെ കാണാം. പുതിയതായിട്ട് പൂവൊക്കെ ഇട്ടിട്ടുണ്ടേ. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ മത്തച്ചെടി കേട്ടോ. പുതിയതായിട്ട് ഒരു പൂ വിരിഞ്ഞിട്ടുണ്ട്. അതൊന്നും അല്ല സംഭവം. ഈ കാണുന്നതാണ് നമ്മുടെ പുതിയതായിട്ടുണ്ടായ മത്തങ്ങ. അത് വിരിയുന്നേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് അതിൻ്റെ മൊട്ട് കാണാം. അപ്പോൾ ഇത് പിടിക്കുന്ന കായാണ് എന്തായാലും നമുക്ക് ഉറപ്പായി. അതുപോലെ നമ്മുടെ കത്തിരിക്കയൊക്കെ ഇവിടെ നല്ല ആക്റ്റീവായിട്ട് വളർന്നു വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഹാർവെസ്റ്റ് ചെയ്തായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാവേ. അപ്പോൾ ഇത് കറി വയ്ക്കുന്നതിൻ്റെയും വറുക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ അമ്മയുടെ ചാനലിലാണ് കേട്ടോ അപ്ലോഡ് ചെയ്യുന്നത്. അമ്മയുടെ ചാനലിൻ്റെ പേര് കറി ലീഫ് വ്ലോഗ്സ് മലയാളം എന്നാണേ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പുതിയതായിട്ട് മത്തനയിലും മത്തങ്ങ പിടിച്ച് കിട്ടിയെന്ന് അറിയുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. കാരണം നമ്മുടെ പറമ്പിൽ നമ്മുടെ വിഷവിടാൻ ഉണ്ടാക്കുന്ന പച്ചക്കറിയൊക്കെ നല്ല ആക്റ്റീവായിട്ട് പിടിച്ച് കിട്ടുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചൊരു സന്തോഷം നിറഞ്ഞൊരു കാര്യം തന്നെയാണ്. നമ്മുടെ ബാക്കി ടിപ്പും ഇവിടെ പുറത്തൊക്കെ കൊണ്ടുപോയിട്ട് കിടന്ന് ഉറങ്ങുവാണ്. പുള്ളി ചുരുണ്ടുകൂടി കിടക്കുവാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്തതും ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്തും നിങ്ങളുടെ സപ്പോർട്ടുകളൊക്കെ അറിയിക്കാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാവേ. എല്ലാവർക്കും ബൈ.